ഹായ്, നമ്മളിന്ന് പഠിക്കുന്ന മൊഡ്യൂൾ 45 ആണ്. കുഡിൻ ഹെൽപ്ലെസ് വെർബ് ഐ എൻ ജി. നമ്മൾ കാണ്ട് ഹെൽപ്ലെസ് വെർബ് ഐ എൻ ജിയുടെ അർത്ഥം നമ്മൾ പറഞ്ഞായിരുന്നു. ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇവിടെ പറഞ്ഞെന്താ അറിയോ? ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു. എനിക്ക് അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ പോയി. എനിക്ക് എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ എഴുതി. ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നോക്കാം. ഐ കുഡിൻ ഹെൽപ്പ് സ്മൈലിംഗ്. എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ വീണു. എൻ്റെ ഫ്രണ്ടാണ്, അവൻ വീണു. പക്ഷേ വലിയ കാര്യമായിട്ട് പരിക്കുകളൊന്നും പറ്റിയില്ല. പക്ഷെ അവൻ വീണ ആ ഒരു രീതിയൊക്കെ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഹെൽപ്പ് സ്മൈലിംഗ്. സീരിയസ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും ചിരിച്ചിരുന്നില്ല. പക്ഷേ അവൻ ആ വീണ ഒരു ഫണ്ണി വേയിലാണ് അവൻ വീണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ കുഡിൻ ഹെൽപ്പ് സ്മൈലിംഗ്. എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ചിരിച്ചുപോയി. ഓക്കെ, ഇത് തന്നെ നമുക്കിങ്ങനെ പറയാം. എനിക്ക് പൊട്ടിച്ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ഹെൽപ്പ് ലോഫിങ്. പൊട്ടിച്ചിരിക്കുക എന്നുള്ളത് ലോഫാണ്. അപ്പോൾ എനിക്ക് പൊട്ടിച്ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാനത് കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു. അവൾക്ക് ആ ഒരു വിഷമം ഉള്ള സംഭവം കേട്ടപ്പോൾ ഷി കുഡിൻ ഹെൽപ്പ് ക്രൈങ്. അവൾക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല, അവൾ കരഞ്ഞു എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. ഓക്കെ, എനിക്ക് അവനോട് തർക്കിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ബിക്കോസ് വളരെ 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 മണ്ടത്തരങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ ഐ കുഡിൻ ഹെൽപ്പ് ആർഗ്യൂയിങ്. എനിക്ക് അവനോട് തർക്കിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ തർക്കിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് തർക്കിച്ചു. ഓക്കെ, ഹി കുഡിൻ ഹെൽപ്പ് ടേസ്റ്റിംഗ് ദ ഫുഡ്. അവൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈഫിനോട് പറഞ്ഞു ഞാനാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. സോ അവൻ ഭയങ്കര ടൈമൊക്കെ എടുത്തു, നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്തു. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഹി കുഡിൻ ഹെൽപ്പ് ടേസ്റ്റിംഗ് ദ ഫുഡ്. അവന് ഫുഡ് ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ആഹാ, വാ, വണ്ടർഫുൾ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ അവൻ പറഞ്ഞു. ഷി കുഡിൻ ഹെൽപ്പ് ഡ്രോയിങ് ദ പിക്ചർ. അവളിങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ്. അവളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവളൊരു വലിയൊരു മലയും കാടും കുന്നും ഒക്കെ കണ്ടു. അപ്പോൾ അവൾ വാവ്, ഇതെനിക്ക് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ വരച്ചു. എന്തുകൊണ്ടാണ് വരച്ചത്? ബിക്കോസ് അവൾക്ക് അത് വരയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് കണ്ടപ്പോൾ അവൾക്ക് വരയ്ക്കാൻ തോന്നി. ഷി കുഡിൻ ഹെൽപ്പ് ഡ്രോയിങ് ദ പിക്ചർ. ഹി കുഡിൻ ഹെൽപ്പ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അവന് ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഇംഗ്ലീഷ് സംസാരിച്ചു. അതായത് അവനൊരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ. സോ അവനും ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, അവൻ ഇംഗ്ലീഷ് സംസാരിച്ചു. ഐ കുഡിൻ ഹെൽപ്പ് പ്ലേയിങ് ചെസ്. എനിക്ക് ചെസ്സ് കളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് വേറെ അവിടെ സാധനങ്ങളൊന്നുമില്ല, കളിക്കാനായിട്ടുള്ള വേറെ സാധനങ്ങളൊന്നുമില്ല. ആകെ എന്ത് മാത്രമേ ഉള്ളൂ? ചെസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ കുഡിൻ ഹെൽപ്പ് പ്ലേയിങ് ചെസ്. എനിക്ക് ചെസ്സ് കളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ കളിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ഹി കുഡിൻ ഹെൽപ്പ് പെയിൻറ്റിങ്. ഹി കുഡിൻ ഹെൽപ്പ് പെയിൻറ്റിങ്. അവന് പെയിൻറ്റ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല, അവൻ പെയിൻറ്റ് ചെയ്തു. ഷി കുഡിൻ ഹെൽപ്പ് ഗോയിങ് ടു ലണ്ടൻ. അവൾക്ക് ലണ്ടനിൽ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല, അവൾ ലണ്ടനിലോട്ട് പോയി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ കുഡിൻ ഹെൽപ്പിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. കാണ്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ കഴിയില്ല, ഞാൻ ചെയ്യും. കുഡിൻ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ചെയ്തു. എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തു പോയി.